ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തന പുസ്തകമാണ്. ഭാഗം 2 പാഠപുസ്തകമാണിത്. ഇപ്പോൾ മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രവർത്തന പുസ്തകങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. എല്ലാ കൂട്ടുകാരും ആവശ്യാനുസരണം അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോക്കിയാലോ, കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകം സ്റ്റാൻഡേർഡ് 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രവർത്തന പുസ്തകമാണ്. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? പാഠം 15 ഒത്തുപിടിച്ചാൽ. പാഠം 15 ഒത്തുപിടിച്ചാൽ എന്നുള്ള പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം തുടങ്ങിയാലോ? ഒത്തുപിടിച്ചാൽ പാഠം 15. വായിക്കാം, വരയ്ക്കാം. മഴ പെയ്തപ്പോൾ കാട് വീണ്ടും തളിർത്തു. മരങ്ങളിലും വള്ളികളിലും പച്ചപ്പ് നിറഞ്ഞു. കാട്ടരുവി മലകൾക്കിടയിലൂടെ പതഞ്ഞു ഒഴുകി. ചെടികളായ ചെടികളെല്ലാം പൂത്തു. പക്ഷികൾ പാട്ടുപാടി. പൂമ്പാറ്റകളും തേനീച്ചകളും പൂക്കൾക്ക് ചുറ്റും നൃത്തം ചെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, മഴയെല്ലാം പെയ്ത് കഴിയുമ്പോൾ വീണ്ടും ചെടികൾ മുളയ്ക്കും. കൊഴിഞ്ഞു പോയ മരങ്ങളിലൊക്കെ പുതിയ ഇലകൾ വരും. മരങ്ങളിലും വള്ളികളിലെല്ലാം പച്ചപ്പ് പടരും. അതുപോലെ തന്നെ മലകളുടെ ഇടയിലൂടെ അരുവി, വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും നമുക്ക്. എല്ലാ ചെടികളിലും പൂക്കളും എല്ലാം വരും അല്ലേ. പക്ഷികളെല്ലാം സന്തോഷം കൊണ്ട് പാട്ടുപാടും. പൂമ്പാറ്റകളും തേനീച്ചകളും എല്ലാം ഹാപ്പിയാകും അല്ലേ. വിവരണം വായിച്ചില്ലേ? ഇതിന് യോജിച്ച ഒരു ചിത്രം വരയ്ക്കാമോ? അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങളൊരു ചിത്രം വരയ്ക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ചെറിയ മരം, അതിലൊരു വലിയ വനം, അതാണ് എൻ്റെ മനം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. അടുത്തത് നോക്കൂ. കരടിയും തേനും. കാട്ടുമരത്തിൽ കൊമ്പിൽ തൂങ്ങും തേനീച്ചക്കൂട്. കരടിക്കുട്ടൻ മണം പിടിച്ചു, നിറയെ തേനുണ്ടേ. പിടിച്ചു കയറി മുകളിൽ കൊതിയൻ, തുറന്നു തേനുണ്ണാൻ. പക്ഷേ വേഗം വലിഞ്ഞിറങ്ങി പായുവതെന്താണോ? കരടിക്കുട്ട, കരടിക്കുട്ടനു കിട്ടിയതെന്താണോ? കിട്ടിയതെന്തേ? തേനല്ല, പതുമൂക്കത്തൊരു കുത്താണേ. സുഗതകുമാരിയുടെ വരികളാണ്. അപ്പം ഇതിലെന്താ പറയണത്? കാട്ടുമരത്തിൻ്റെ കൊമ്പിൽ എന്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്? ഒരു തേനീച്ചക്കൂട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, തേനീച്ച കുത്തും അല്ലേ. തേനീച്ച കുത്തിയാൽ ആ ഭാഗം വീങ്ങും. കരടിക്കുട്ടൻ തേനിൻ്റെ മണം പിടിച്ചിട്ട് ആ മരത്തിൽ എന്ത് ചെയ്തു? പിടിച്ച് കയറി. കൊതിയൻ കരടി അല്ലേ. അങ്ങനെ തേൻ ഉണ്ണാൻ കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? കരടിക്കുട്ടന് തേൻ കിട്ടിയില്ല. പകരം എന്താ കിട്ടിയത്? തേനീച്ചയുടെ കയ്യിൽ നിന്നൊരു കുത്ത് കിട്ടി. തേനീച്ചയുടെ കുത്ത് കിട്ടിയ കരടിക്കുട്ടനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം കരടിക്കുട്ടനോട് നമുക്ക് എന്താ പറയാനുണ്ടാവുക? കരടിക്കുട്ട, തേനെടുക്കാൻ പോയാൽ തേനീച്ചകൾ കുത്തും. അപ്പോൾ തേനെടുക്കാൻ പോയാൽ തേനീച്ചകൾ കുത്തും അല്ലേ. അത് സ്വാഭാവികമാണ്. തേനീച്ചകൾ അവരെ ഇളക്കി വിട്ടാൽ അവർ കുത്തും. കരടിക്കുട്ടന് തേൻ കിട്ടിയോ? കഥ പൂർത്തിയാക്കി എഴുതൂ. അപ്പോൾ കരടിക്കുട്ടന് തേൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കഥയൊന്ന് നിങ്ങൾ എഴുതണം. കരടിക്കുട്ടൻ വീണ്ടും തേൻ എടുക്കാനായി വന്നു. പക്ഷേ ഇത്തവണ വന്നത് ചാക്ക് കുപ്പായവും തീപ്പന്തവും കൊണ്ടാണ്. അപ്പോൾ ചാക്ക് കുപ്പായം ഇട്ട തേനീച്ച കുത്തുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. തീപ്പന്തം കാണിച്ച തേനീച്ചകൾ പറന്നു പോവും. തീ അവർക്ക് പേടിയാണ്, അവർ ചത്തുപോവുമല്ലോ തീ കാട്ടിയ. കരടിക്കുട്ടൻ വേഗം തന്നെ ചാക്ക് കുപ്പായം ധരിച്ചു. തീപ്പന്തവും കൊണ്ട് മരത്തിൽ വലിഞ്ഞു കയറി. എന്നിട്ട് തീപ്പന്തവും കൊണ്ട് തേനീച്ചകളെ വിരട്ടി ഓടിച്ചു. മതി വരുവോളം തേൻ കഴിച്ചാണ് അവൻ അവിടെ നിന്നും മടങ്ങിയത്.
അപ്പം എന്ത് സംഭവിച്ചു? തീപ്പന്തം കൊണ്ട് മരത്തിൽ വലിഞ്ഞു കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ആ തേനീച്ചകളെല്ലാം ഓടിച്ചു. തേനീച്ചകളെല്ലാം തീ കണ്ടപ്പോൾ വരണ്ട് ഓടി. അങ്ങനെ തേനീച്ചകൾ പോയപ്പോൾ ആ തേന് നൈസായിട്ട് ആരെടുത്തു? കരടിക്കുട്ടൻ എടുത്തു കുടിച്ചു. എന്നിട്ട് മടങ്ങിപ്പോയി. കാടില്ലാതായാലോ? കാടില്ലാതായാൽ എന്ത് സംഭവിക്കും? കാട്ടിലെ ജീവികളുടെ വാസസ്ഥലം ഇല്ലാതാവും. അപ്പൊ കാടാണല്ലേ കാട്ടിലെ ജീവികളുടെ വീട്. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതാവുകയാണ്. മഴ കുറയും. മരങ്ങളില്ലെങ്കിൽ പിന്നെ മഴ പെയ്യുന്നത് കുറയും. ചൂട് കൂടും. അടുത്തത് ജീവികൾ തന്നിട്ടുണ്ട്. കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ എഴുതണം. സിംഹം: ഞങ്ങൾ കാട്ടിലെ ഗുഹകളിലാണ് താമസം. അപ്പൊ സിംഹം എവിടെയാണ് താമസിക്കുക? കാട്ടില് ഗുഹകൾ ഉണ്ടാവും, പാറകളൊക്കെ ഉള്ള ഗുഹകൾ. കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളുടെ ആഹാരം. ഇപ്പൊ സിംഹം എന്താ തിന്നുക? കാട്ടിലെ മൃഗങ്ങളെ തന്നെ പിടിച്ചു തിന്നും. പക്ഷികൾ: ഞങ്ങൾ കാട്ടിലെ മരങ്ങളിലാണ് താമസം. അപ്പൊ പക്ഷികൾ എവിടെയാണ് കൂട് വെക്കുക? മരങ്ങളിൽ. കാട്ടിലെ മരങ്ങളിലെ പഴങ്ങളാണ് ഞങ്ങളുടെ ആഹാരം. അപ്പൊ മരങ്ങളിലെ പഴങ്ങളാണ് ഇവരുടെ ആഹാരം. അടുത്തതെന്താ? പൂമ്പാറ്റകൾ: ഞങ്ങൾ കാട്ടിലെ ചെടികളിലാണ് താമസം. അപ്പൊ പൂമ്പാറ്റകൾ എവിടെയാ താമസിക്കുക? കാട്ടിലെ ചെടികളില്. കാട്ടിലെ പൂവുകളുടെ തേനാണ് ഞങ്ങളുടെ ആഹാരം. കാട്ടിലെ പൂവിലെ തേനൊക്കെയാണ് പൂമ്പാറ്റകൾ കുടിക്കുക. അടുത്തത് മാനാണ്: ഞങ്ങൾ കാട്ടിലെ പുൽമൈതാനങ്ങളിലാണ് താമസം. കാട്ടിലെ പുല്ലും ചെടിയുമൊക്കെയാണ് ഞങ്ങളുടെ ആഹാരം. അടുത്തതാരാണ്? അണ്ണാൻ: ഞങ്ങൾ കാട്ടിലെ മരങ്ങളിലാണ് താമസം. കാട്ടിലെ പഴങ്ങളാണ് ഞങ്ങളുടെ ആഹാരം. പാമ്പ്: പാമ്പ് എവിടെയാ താമസിക്കുക? ഞങ്ങൾ കാട്ടിലെ മാളങ്ങളിലാണ് താമസം. കാട്ടിലെ ചെറുജീവികളാണ് ഞങ്ങളുടെ ആഹാരം. അപ്പോൾ നമ്മൾ സിംഹം പറഞ്ഞു, പക്ഷികൾ പറഞ്ഞു, പൂമ്പാറ്റകളെ കുറിച്ച് പറഞ്ഞു, മാൻ പറഞ്ഞു, അണ്ണാൻ പറഞ്ഞു, പാമ്പും പറഞ്ഞു. മനസ്സിലായല്ലോ? അടുത്തത് ചിത്രങ്ങൾ ക്രമത്തിലാക്കൂ. കഥ കണ്ടെത്തൂ. ആദ്യം ഏത് ചിത്രമാണ്? രണ്ടാമതേത് ചിത്രമാണ്? മൂന്നാമതേതാണ്? നാലാമതേതാണെന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകണം. അതിനുശേഷം കഥ ഉണ്ടാക്കണം. ആദ്യത്തെ ചിത്രം സിംഹം വരുന്നു. ആരെ കാണുന്നു? ജിറാഫിനെ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചിത്രം ഇതാണ്, ലാസ്റ്റത്തെ കേട്ടോ. രണ്ടെന്ന് എഴുതിയത് ഇതാണ് രണ്ടാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രം ഏതാണ്? ഇതാണ് മൂന്നാമത്തെ ചിത്രം. അവരെ പിടിക്കാൻ വേണ്ടി പോകുന്നു. നാലാമത്തെ ചിത്രം. അപ്പോൾ ഈ കറുത്ത ബോക്സിൽ ഉള്ളതാണ് ഇതിൻ്റെ ക്രമം. നിങ്ങളിത് അടയാളപ്പെടുത്തുക. ഒന്നാണ് ആദ്യത്തെ, രണ്ട് ഇതാണ്, മൂന്ന് ഇതാണ്, നാലിത് കേട്ടോ. ഇനി നമുക്ക് കഥ എഴുതി നോക്കിയാലോ? ദുഷ്ടനായ വീരു സിംഹം. അപ്പം നമുക്ക് സിംഹത്തിനൊരു പേര് കൊടുക്കാം. സിംഹത്തിൻ്റെ പേരെന്താണ്? വീരു. മഞ്ചാടിക്കാട്ടിലെ മഹാദുഷ്ടനായിരുന്നു വീരുസിംഹം. ദുഷ്ടനായിരുന്നു കേട്ടോ. എല്ലാവരെയും ആക്രമിക്കും. വീരുവിനെ ഭയന്ന് ആർക്കും തന്നെ പുറത്തിറങ്ങാൻ കഴിയാതായി. മിട്ടുവും കിട്ടുവും ബുദ്ധിമാന്മാരായ ജിറാഫാണ്. അപ്പോൾ വീരുവിനെ പേടിച്ച് കാട്ടിലെ മൃഗങ്ങളൊന്നും പുറത്തിറങ്ങാതായി. അപ്പോൾ അവിടെ രണ്ട് ജിറാഫ് ആണ്, മിട്ടുവും കിട്ടുവും. രണ്ടു പേർക്ക് നല്ല ബുദ്ധിയാണ്. അപ്പോൾ മിട്ടുവും കിട്ടുവും ബുദ്ധിമാന്മാരായ ജിറാഫ് സഹോദരന്മാരാണ്. വീരുവിനെ ഒതുക്കാൻ അവർക്ക് ഒരു ബുദ്ധി തോന്നി. എന്തായിരുന്നു ബുദ്ധി? അവർ വീരുവിൻ്റെ ഗുഹയ്ക്ക് അടുത്തായി കാണുന്ന ഒരു മരം തിരഞ്ഞെടുത്തു. ആ മരത്തിനടുത്തിരുന്നു. ആ മരം തിരഞ്ഞെടുക്കാൻ ഒരു കാരണവുമുണ്ട്. അതിൻ്റെ നടുക്കായി ഒരു വിടവ് ഉണ്ടായിരുന്നു. അവർ ആ മരത്തിൻ്റെ രണ്ട് വശത്തുമുള്ള കൊമ്പുകളിൽ ഓരോ കയർ കെട്ടി. എന്നിട്ട് ആ കയറുകൾ വലിച്ച് വീരുവിനായി അവർ അവിടെ കാത്തിരുന്നു. വീരു പതിവ് പോലെ ഇര പിടിക്കാനായി ഇറങ്ങി. ജിറാഫുകളെ കണ്ടതും വീരുവിന് സന്തോഷമായി. അതിനെ പിടിച്ച് തിന്നാലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചതാണ് കേട്ടോ. എന്നാൽ ഇവർ തന്നെ എൻ്റെ ആഹാരം, വീരു മനസ്സിൽ കരുതി. ജിറാഫുകളുടെ അടുത്തേക്ക് വീരു പതിയെ പോയി.
അവരുടെ അടുത്തെത്തിയതും സർവശക്തിയും എടുത്ത് അവരെ പിടിക്കാനായി എടുത്തു ചാടി. എന്നാൽ വീരു വരുന്നത് ദൂരെ നിന്നേ കിട്ടുവും മിട്ടുവും കണ്ടിരുന്നു. അവർ വേഗം തന്നെ കയർ വലിച്ചു. മരത്തിന്റെ വിടവുകൾ വലുതായി. വീരു മരത്തിന്റെ വിടവിനുള്ളിൽ ആയതും അവർ കയർ വിട്ടു. അതോടെ വിടവ് ചെറുതായി. വീരു അതിനുള്ളിൽ അകപ്പെട്ടു. അപ്പോൾ വീരുവിനെ എങ്ങനെ കുടുക്കിയത്? ആ മരത്തിന്റെ വിടവിലേക്ക് വീരുവിനെ എന്ത് ചെയ്തു? ഇവര് തന്ത്രപൂർവം എത്തിച്ചു അല്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടു. അതോടെ വിടവ് ചെറുതായി. വീരു അതിനുള്ളിൽ അകപ്പെട്ടു. അങ്ങനെ വീരുവിനെ കൊണ്ടുള്ള ശല്യം കാടിന് ഇല്ലാതായി. അപ്പം ഇതാണ് നമ്മുടെ കഥ. അപ്പം കൂട്ടുകാർക്ക് ഈ കഥയെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.